NEP നിലവിൽ വരുന്ന ജൂലൈ 29 6 വർഷം തികയുകയാണ്. ഈ കാലയളവിൽ വിദ്യാഭ്യാസ പരിവർത്തനത്തിന് വേണ്ടി നിരവധി പ്രവർത്തനങ്ങൾ സംയോജിപ്പിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്ത ഒരു പ്രമുഖ വ്യക്തിയാണ് ഇന്ന് നമ്മോടൊപ്പം അതിഥിയായി എത്തിയിരിക്കുന്നത്. വിനോദ് വിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ സ്കൂളിലെ മാഷായിരുന്നു. അതിൽ നിന്ന് രാജിവെച്ച് ഇന്ന് അദ്ദേഹം മുഴുവൻ സമയം വിദ്യാഭ്യാസ പരിവർത്തനത്തിന് വേണ്ടി പ്രവർത്തിക്കുകയാണ്. അദ്ദേഹം ഇപ്പോൾ ദേശീയ തലത്തിൽ ശിക്ഷാ സംസ്കൃതി ഉത്ഥാന്യാസ് എന്ന സംഘടനയുടെ സംയോജകനായി പ്രവർത്തിക്കുന്നു. അതോടൊപ്പം കേരളത്തിൽ മാധവ ഗണിത കേന്ദ്രം എന്ന പേരിൽ പ്രവർത്തിക്കുന്ന സംഘടനയുടെ ഡയറക്ടർ കൂടിയാണ്. അദ്ദേഹത്തെ നമ്മളെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. NEP നിലവിൽ വന്നിട്ട് ഇന്നേക്ക് ഏകദേശം 6 വർഷം ആവുകയാണ്. ഈ 6 വർഷത്തിനുള്ളിൽ NEP കാര്യമായിട്ട് നടപ്പിലാക്കാൻ സാധിച്ചിട്ടുണ്ടോ? ഇന്ത്യയിൽ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലും നടപ്പിലായോ? കേരളത്തിൽ പ്രത്യേകിച്ച് എന്താണ് അതിൻ്റെ അവസ്ഥ? ഈ ഒരു ചോദ്യം പൊതുവേ സമൂഹത്തിൻ്റെ ഉള്ളിലുള്ളതാണ്. കാരണം 2020 NEP വരുന്നതിന് മുമ്പ് 2 ദേശീയ നയങ്ങൾ വന്നിട്ടുണ്ടല്ലോ, 1968 86. ഈ നയരേഖകളെല്ലാം വളരെ വലിയ ഒരു കാഴ്ചപ്പാടാണ് മുന്നോട്ട് വെച്ചതെങ്കിലും നമുക്കെല്ലാവർക്കും അറിയാം അത് വേണ്ടത്ര ഫലപ്രദമായിട്ട് പ്രായോഗിക തലത്തിൽ കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല. അങ്ങനെ സാധിച്ചിരുന്നുവെങ്കിൽ ഇന്ന് ഭാരതം ലോകത്തിലെ ഏറ്റവും വികസിതമായൊരു രാജ്യമായേനെ, അതിൽ യാതൊരു സംശയമില്ല. പക്ഷെ നമുക്കത് അച്ചീവ് ചെയ്യാൻ സാധിച്ചില്ല. അതുകൊണ്ട് പൊതുസമൂഹത്തിലുള്ള ഒരു ചോദ്യമാണ് നിങ്ങളിപ്പോൾ ചോദിച്ചതെന്ന് എനിക്ക് തോന്നുന്നു. ഈ ദേശീയ വിദ്യാഭ്യാസ നയം 2020 നിലവിൽ വന്നതിന് ശേഷം നമ്മൾ 6 വർഷം എത്തുമ്പോൾ വലിയ പരിവർത്തനമാണ് ഈ രംഗത്ത് വന്നിരിക്കുന്നത്. സ്കൂൾ വിദ്യാഭ്യാസ രംഗത്തെ 2 കാര്യങ്ങൾ മാത്രം ഞാൻ ആദ്യം പറയാം. പിന്നെ ഉന്നത വിദ്യാഭ്യാസ രംഗത്താണ് ഏറ്റവും കൂടുതൽ നമ്മൾ കാണേണ്ടത്. സ്കൂൾ വിദ്യാഭ്യാസ രംഗത്ത് എല്ലാവരും പ്രതീക്ഷിച്ചത് എന്താണ്? നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത് നമ്മുടെ കുട്ടികളെ വളർത്തിയെടുക്കുന്നതിൽ അതിൽ പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ. ഒന്ന്, നമ്മുടെ രാജ്യത്തിൻ്റെ സംസ്കാരത്തിൽ, നമ്മുടെ രാജ്യത്തിൻ്റെ പാരമ്പര്യത്തിൽ അഭിമാനമില്ലാത്ത ഒരു സമൂഹം. അതേപോലെ തന്നെ നമ്മുടെ ചരിത്രമെല്ലാം വളരെ തെറ്റായിട്ട്, ചരിത്രം എന്ന് പറയുമ്പോൾ രാജാക്കന്മാരുടെ ചരിത്രം മാത്രമല്ല, വ്യത്യസ്ത മേഖലയിൽ ഭാരതം നൽകിയ വലിയ വലിയ സംഭാവന, ഗണിതത്തിൻ്റെ മേഖലയാകാം, ആരോഗ്യ പരിപാലനത്തിൻ്റെ രംഗത്താകാം, കൃഷിയുടെ രംഗത്താകാം, സമുദ്രയാന രംഗത്താകാം, ലോകത്ത് വാണിജ്യത്തിൻ്റെ രംഗത്താകാം. ചരിത്രത്തിൽ നമ്മൾ പറയുന്നു വാസ്കോ ഡ ഗാമ വന്നു, അതിനു മുമ്പ് മറ്റു പല ആൾക്കാരും വന്നു. എന്തിനു വന്നു? ധനം ആഗ്രഹിച്ചു വന്നു. അതിനു മുമ്പ് കുറേ ആൾക്കാർ എന്തിനു വന്നു? വിദ്യ ആഗ്രഹിച്ചു വന്നു. അപ്പോൾ ഇങ്ങനെ വിദ്യ ആഗ്രഹിച്ചു വരാൻ, ധനം ആഗ്രഹിച്ചു വരാൻ സമ്പന്നമായിരുന്നു നമ്മുടെ ഭാരതം എന്ന് നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുന്നില്ല. അപ്പോൾ ഈ രീതിയിലുള്ളൊരു മാറ്റം സമൂഹം പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യത്തെ ശ്രദ്ധ ഇവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇപ്പോൾ ബാലവാടിക മുതൽ 9ാം ക്ലാസ് വരെയുള്ള പാഠപുസ്തകങ്ങൾ NCERT തയ്യാറാക്കിയിട്ടുണ്ട്. പണ്ട് NCERT തയ്യാറാക്കുന്നതിന് വളരെ വലിയ വ്യത്യാസമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അത് ഏറ്റവും പ്രധാനപ്പെട്ട വ്യത്യാസം, പണ്ട് NCERT ഇംഗ്ലീഷിൽ മാത്രമാണ് പാഠപുസ്തകങ്ങൾ ഉണ്ടാക്കിയിരുന്നത്, ചിലപ്പോൾ ഹിന്ദിയിലുണ്ടാക്കിയിരുന്നു. ഇപ്പോൾ 1ാമത്തെ ഘട്ടത്തിൽ ഇപ്പോൾ ഘട്ടം ഘട്ടമായിട്ടാണ് പാഠപുസ്തകങ്ങൾ വന്നത്, അല്ലെങ്കിൽ പഠന സാമഗ്രികൾ വന്നത്. അതിൽ ആദ്യ ഘട്ടത്തിൽ ഹിന്ദി, ഇംഗ്ലീഷ്, ഉറുദു എന്നീ ഭാഷകളിലും, പിന്നീട് ഭാരതത്തിലെ 22 എല്ലാ ഭാഷകളിലും എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസം നടക്കുന്ന ഭാഷകളിൽ എല്ലാം മാറ്റിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ 7ാം ക്ലാസ് വരെയുള്ള എല്ലാ പാഠപുസ്തകങ്ങളും മലയാളം അടക്കമുള്ള 22 പ്ലസ് ഇംഗ്ലീഷ് 23 ഭാഷകളിൽ ലഭ്യമാണ്. അതാത് സമയത്ത് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ അത് പ്രസിദ്ധീകരിക്കുന്നു. 8ാം ക്ലാസ്സിലെ മുഴുവനായിട്ടില്ല, പക്ഷേ 4-5 ഭാഷകളിൽ വന്നു കഴിഞ്ഞു. 9ാം ക്ലാസ്സിലെ പാർട്ട് 1 ഉള്ള ചില പുസ്തകങ്ങൾ, ഗണിതം, സാമൂഹ്യശാസ്ത്രം, ശാസ്ത്രം പല പുസ്തകങ്ങളായിട്ടാണ് വരുന്നത്. അവിടെയൊക്കെ 1ാമത്തെ പാർട്ടുകൾ വന്നു കഴിഞ്ഞു. പണ്ടത്തെ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നതിൽ വ്യത്യസ്തമായിട്ട് ആരോഗ്യശാസ്ത്രം, പരിസ്ഥിതി, നൈപുണ്യ വികസനം അല്ലെങ്കിൽ വൊക്കേഷണൽ എഡ്യൂക്കേഷൻ, ഇതെല്ലാം 9ാം ക്ലാസ് മുതൽ പാഠഭാഗങ്ങളായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ആ പുസ്തകങ്ങൾ ഇങ്ങനെ വരാനുണ്ട്. പക്ഷേ വലിയൊരു മാറ്റം, ഇത്രയും പുസ്തകങ്ങളുടെ ഒരു കോർപ്പസ് വന്നിട്ടുണ്ട്. അത് വിവിധ ഭാഷകളിൽ വന്നു എന്നുള്ളത് ഏറ്റവും വലിയ ഇതാണ്.
അപ്പോൾ അടുത്ത 2 വർഷത്തിനുള്ളിൽ 12ാം ക്ലാസ് വരെയുള്ള, ഇനി 9 കഴിയുമ്പോൾ 10ഉം 11ഉം 12ഉം വളരെ വൈവിധ്യവൽക്കരിച്ചിട്ടുള്ള ഒരു പഠന മേഖലയാണ്. അതിനനുസരിച്ചിട്ടുള്ള പാഠപുസ്തകങ്ങൾ ഈ 1 വർഷം 2 വർഷത്തിനുള്ളിൽ വരും. അതിൻ്റെ വിവിധ ഭാഷകളിലുള്ളതും വരും. ഇതാണ് ഒരു ഭാഗം. രണ്ടാമത്തെ, ഭാരതത്തിൽ ഇന്നേ വരെ ബാലവാടികയ്ക്ക് പ്രത്യേക ഒരു പാഠ്യപദ്ധതി ഉണ്ടായിരുന്നില്ല. അത് വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗവുമായിരുന്നില്ല. ചില സ്വകാര്യ സ്ഥാപനങ്ങളിൽ LKG, UKG, മോണ്ടിസോറി അങ്ങനെ പലതും പറയണം. പക്ഷേ ഭാരതത്തിൻ്റേതായിട്ടുള്ളൊരു മാതൃക ഉണ്ടായിരുന്നില്ല. ഇവിടെ പല ആൾക്കാരും പലതും നടത്തുന്നുണ്ട്. വിദ്യാഭാരതിയെ പോലുള്ള ആൾക്കാർ അവരുടെ ശിശുവാടിക സങ്കല്പമുണ്ട്. പക്ഷേ ഒരു പോളിസിയുടെ അടിസ്ഥാനത്തിൽ ശിശുക്ഷേമ വിഭാഗത്തിൻ്റെ കീഴിലുണ്ടായിരുന്ന ബാലവാടികകൾ, അംഗനവാടികകൾ അവയെല്ലാം എഡ്യൂക്കേഷനുമായി ചേർത്തിട്ട്, എന്നാൽ അവരിന്ന് ഏറ്റെടുക്കുകയല്ല, ഒരു കൺവേർജൻസ് ലോക്കൽ തലത്തിൽ കൺവേർജ് ചെയ്തുകൊണ്ട് രണ്ടിൻ്റെയും കൂടി, കാരണം ഇതിന് പറയും ECCE, ശിശു പരിപാലന വിദ്യാഭ്യാസമാണ് 3 വയസ്സ് മുതൽ 6 വയസ്സ് വരെ. അതിനെ 1-2 ക്ലാസ്സുകളോട് അറ്റാച്ച് ചെയ്തുകൊണ്ട് ഉള്ള ഒരു പദ്ധതിയാണ് ആവിഷ്കരിച്ചത്. അത് പല സംസ്ഥാനങ്ങളും വളരെ വിജയകരമായിട്ട് അത് നടപ്പായി കഴിഞ്ഞു എന്നുള്ളത്, നടപ്പാക്കി തുടങ്ങി. ഉള്ള ബാലവാടികളെ അതുപോലെ നിലനിർത്തിയിട്ടും അതിൻ്റെ ഇടയിൽ 3-ാമത്തെ വർഷം, 3 വർഷത്തെയാണ്, 3-ാമത്തെ വർഷം സ്കൂളുകളോട് കൂടി അറ്റാച്ച് ചെയ്തിട്ടുള്ള പുതിയ സംവിധാനം ചേർത്ത് വെച്ചിട്ടും. കാരണം ആ ഒരു ബാലവാടിക്ക് ശേഷം സ്കൂളിൽ ചേരുന്നതിൻ്റെ ഉള്ളിൽ 1 വർഷം മിസ്സിംഗ് ആയിരുന്നു. അപ്പോൾ ഇതിനെ അറ്റാച്ച് ചെയ്ത് ആ 1 വർഷത്തെ ഒരു അഡീഷണൽ സംവിധാനം പകുതിയായിട്ട് പല സ്ഥലത്തും അത് ഗ്രാജ്വലി സ്കൂളിനോട് ചേരുന്ന, പ്രൈമറി സ്കൂളിനോട് ചേരുന്ന രീതിയിലേക്ക് മാറ്റുന്നൊരു സംവിധാനം വന്നിട്ടുണ്ട്. ഇത് സ്കൂൾ വിദ്യാഭ്യാസ രംഗത്ത്. ഒപ്പം തന്നെ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയുള്ള പ്രത്യേക ഊന്നലിൻ്റെ ഭാഗമായിട്ട് പെൺകുട്ടികൾക്കുള്ള കസ്തൂർബ ഗാന്ധി ഹോസ്റ്റലുകൾ അതും വ്യാപകമായിട്ട് ഉത്തര ഭാരതത്തിൽ നടത്തുന്നതുകൊണ്ട് ഡ്രോപ്പ് ഔട്ടുകൾ വളരെയധികം കുറഞ്ഞതായിട്ട് ഇപ്പോഴത്തെ നമ്മളെ റിപ്പോർട്ട് വന്നു കഴിഞ്ഞു, അത് കാണുന്നുണ്ട്.